ഹായ് ഓൾ. എല്ലാവരും ചോദിക്കും പോട്ടി മിക്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചേർക്കുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇതാ ഉള്ളിത്തോല് കേട്ടോ. ഉള്ളിത്തോല് എന്നും ഞാൻ ഉപയോഗിക്കുന്നത് എടുത്തു വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു തുണി സഞ്ചിയിൽ ബാൽക്കണിയുള്ളവർ ആ ബാൽക്കണിയിൽ അവിടെ വെച്ചാൽ താനേ ഉണങ്ങിക്കോളൂ. ഇവിടെ മഴയൊന്നും അങ്ങനെ പെയ്യുന്നില്ലല്ലോ, അതിനെ ഉണങ്ങിക്കോളൂ. അങ്ങനെ ഉണക്കി വെച്ചതാണിത്. പിന്നെ ഇതാ എഗ് ഷെല്ല്, ഇത് നന്നായി ഉണക്കി ഇതങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ച് വെച്ചതാണ്. ഇതിനി മിക്സിയിലിട്ട് പൊടിക്കണം. ഇതിതാ ബനാന പീല്, ഇതും ഞാൻ കുറേ ഉപയോഗിച്ച് ഉണങ്ങി ഞാൻ ഷോപ്പ് കൊടുത്തയച്ച് ഉണക്കിച്ചതാണ് ഹസ്ബൻഡിനെ കൊണ്ട്. ഇവിടെ ഉണങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, പിന്നെ അത് ഞാൻ ഉപയോഗിക്കുന്നത് സാഫാണ് കേട്ടോ. ഇത് സാഫ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫംഗിസൈഡാണ്. ഇത് നമ്മളെല്ലാ പോട്ടി മിക്സിലും ഒരു ചെറിയ സ്പൂണ് ഉപയോഗിച്ചാൽ അങ്ങനെ ചീഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് നാട്ടിൽ 250 ഗ്രാമിന് 250 രൂപയേ ഉള്ളൂ. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. ഞാൻ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പെർലൈറ്റ് കൂടി യൂസ് ചെയ്യും. ഇത് ഞാൻ ഇവിടെ നിന്ന് ലുലുന്ന് വാങ്ങിയതാണ്, നാച്ചുറൽ പെർലൈറ്റ്. ഇതാണ് എൻ്റെ പോട്ടിംഗ് സോയിൽ കേട്ടോ. ഇത് ഞാൻ വാങ്ങിയതാണ് ഇവിടെ നിന്ന് ലുലുന്ന് വാങ്ങിയ ചകിരിച്ചോറും പോട്ടിംഗ് സോയിലും കൂടി ഉള്ളത് വാങ്ങിയതാണ്. അതിൽ ചകിരിച്ചോറ് മാത്രമുള്ള പോട്ടിംഗ് സോയിലും ഉണ്ട്, അല്ലാതെ ഉള്ളതും ഉണ്ട്. അതിൻ്റെ കമ്പനി ഞാൻ ഇന്നലെ പോയപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇതൊക്കെ പൊടിച്ച് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അതിനകത്ത് കുറച്ചുകൂടി പെർലൈറ്റ് കൂടി ചേർക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഹാങ്ങിങ് പോട്ടിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം മണ്ണ് ഉപയോഗിച്ചാൽ ഇത് വെയിറ്റ് കൂടും. അപ്പോൾ മണ്ണ് ഉപയോഗിക്കരുത്. പോട്ടിംഗ് സോയിലും ഞാൻ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ല എയർ ഹോളുള്ള നല്ല ഹോൾ വാട്ടർ നല്ല പോകുന്ന നല്ല എയർ ഹോളുള്ള ഒരു പോട്ടിൽ നടണം. അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോവുള്ളൂ. അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകുന്നുണ്ട്. ഹാങ്ങിങ് പോട്ടിൽ നിങ്ങൾ അടിഭാഗത്ത്, ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒന്നിക്കൽ നിങ്ങൾ ചകിരിത്തുപ്പ് എന്തെങ്കിലും വെക്കാം. ഇങ്ങനെ ഒരു ചകിരിത്തുപ്പ് എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ചിരട്ടയുടെ പീസ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയത് വെക്കാം. അപ്പോൾ ഒരു ലെയർ അങ്ങനെ വെക്കണം, എന്നാലേ ഉള്ളൂ ആ മണ്ണ് നമ്മൾ ഇടുമ്പോൾ ആ മണ്ണ് അവിടെ ചെന്ന് ആ ഹോൾ അടയാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളം പോകും. ഒരു കാര്യം കൂടി പറയാം, ഈ സെറാമിക് പോട്ടിലാണ് നിങ്ങൾ ഡയറക്റ്റ് നടാതിരിക്കുന്നതാണ് നല്ലത്. സെറാമിക് പോക്കിന് ഒരു ഹോളേ ഉണ്ടാവുള്ളൂ. അപ്പം ഡയറക്റ്റ് നമ്മൾ മണ്ണിടുമ്പോൾ ആ ഹോൾ അടയും. അതുകൊണ്ടാണ് ഈ സ്നേക്ക് പ്ലാന്റും CC പ്ലാന്റും ഒക്കെ ചിലർ ചീഞ്ഞു പോകുന്നു പറയുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ എയർ ഹോളുള്ള ഒരു പ്ലാസ്റ്റിക് ചട്ടിയിൽ നട്ടിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.